രാവിലെ തന്നെ വലയെല്ലാം ഇട്ട് വല പിടിക്കാൻ പോകുന്നൊരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. നിറയെ വലകളെല്ലാം ഇട്ടിട്ടുണ്ട്. കടലിൽ നിന്ന് വളരെ ശോഭമായി കിടക്കുകയാണ്. ഇപ്പോൾ വല പിടിക്കാൻ പോവുകയാണ്. എന്തായാലും മൊത്തത്തിൽ 7 വല നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ 7 വലയും പിടിക്കാനുള്ള പ്ലാനിലാണ്. നോക്കാം. അങ്ങനെ വല പിടിക്കാനായിട്ട് നമ്മുടെ ഭടന്മാർ വെള്ളത്തിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ സമീറും നൗഷാദും അവരുടെ നേതൃത്വത്തിലാണ് വല പിടിക്കുന്നത്. ഫസ്റ്റ് വല വെക്കാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുക എന്ന് പറയില്ല. നിറയെ ആളുകൾ കറി വയ്ക്കാനുള്ള മീനിനായി വെയിറ്റിങ്ങിലാണ്. ഒന്നില്ലെങ്കിൽ മീൻ, അല്ലെങ്കിൽ ചട്ടി കിട്ടിയാൽ ഊട്ടി എന്ന് പറയുന്നത് പോലെയാണ്. വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വള്ളം അവിടെ ആങ്കർ വെച്ച് കിടപ്പുണ്ട്. ഓഹോ, വലയിൽ ഞെണ്ടും മാന്തലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കരക്കി വരട്ടെ. പിടിച്ചെടുക്കുന്നുണ്ട് വല. പിടിക്കുന്ന വലയിൽ മീനുണ്ടോ എന്നുള്ളതല്ല, മറ്റു വലയിലും അതുപോലെ മീനുള്ളോ എന്നതാണ് സംശയം. അപ്പം മീൻ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വെയിറ്റിങ്ങിലാണ്. ഒക്കറുള്ള കൂന്തളും ഉണ്ടെന്നാണ് പറയുന്നത്. കൂന്തളും മാന്തളും ഞണ്ട് ഇപ്പം പല ഐറ്റമായിട്ട് നിരവധി കൂട്ടകൾ വേണ്ടി വരും. എവിടെ കൂന്തളെവിടെ? ഓഹോ, ജീവനുള്ള കൂന്തല്ലാതെ പിന്നെ ചത്ത കൂന്ത കിട്ടുമോ? കൂന്ത ഫ്രഷ് കൂന്താണ് കേട്ടാ. ഇതാണ് മാന്ത, അടയ്ക്കുന്ന മാന്ത കേട്ടാ. അടുത്ത വല പിടിക്കുന്നുണ്ട്. മാന്തൾ വലയാണ് പിടിക്കുന്നത് കേട്ടാ. മിസ്റ്റർ ഷമീറിന്റെ നേതൃത്വത്തിൽ മാന്തൾ വല പിടിക്കുന്നുണ്ട്. ഫുൾ മേൻ, ഫുൾ മേൻ, ഫുൾ മേൻ, പാരാ, ഫുൾ മേൻ, ഫുൾ മേൻ. പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു വലിയ തെരണ്ടിയാണെന്ന്, പക്ഷെ മാറിപ്പോയി. പ്ലാസ്റ്റിക് ഉരുകിയതാ. കൂന്ത, ഇതിലും ഒരു കൂന്ത ഉണ്ട് കേട്ടോ. വലിയ കൂന്തയാണ്, ഫ്രഷ് കൂന്തയാണ്. പിന്നെ പാരയുണ്ട് കേട്ടോ. പാര 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 നല്ല അടിപൊളി പാരയാണ്. പാര നിറയുണ്ട്. പാര നിറയുണ്ട്. പാര നല്ല ഫ്രഷ് പാരയാണ് കേട്ടാ. ഇനി അടുത്ത വല പിടിച്ചിട്ട് നോക്കാം. ഈ വല കുറച്ച് മുകളിലോട്ടിട്ട വലയാണ്, കുറച്ച് ആഴത്തിലിട്ട വലയാണ്. ഇതിൽ ചിലപ്പോൾ മീനുണ്ടാവാൻ സാധ്യതയുണ്ട്. വലയിൽ കാണുന്നതെല്ലാം കൂന്തയാണ്. ഓരോ വലയിലും ഓരോ കൂന്ത. അങ്ങനെ ലാസ്റ്റ് വല പിടിക്കാനായി നമ്മുടെ ഷമീർ വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് മൊത്തത്തിൽ മാറി മറിഞ്ഞു. മൊത്തത്തിൽ മാറി മറിഞ്ഞു. പറയാൻ കാരണം വലിയ കൂന്തയുണ്ട്. അപ്പം നമ്മളിപ്പോൾ പ്ലാൻ മാറ്റാൻ പോവുകയാണ്. നമ്മൾ വളച്ച് പിടിക്കുന്ന വല എടുത്തിട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനാണ്. കാരണം നമ്മൾ മീനിന് വേണ്ടിയിട്ട വലയാണ്, പക്ഷേ കാണുന്നതെല്ലാം കൂന്തളാണ് വലയിൽ കാണുന്നത്. അപ്പോൾ നമ്മളിനി കൂന്തള പിടിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നടക്കുന്നത്. ഈ വല അങ്ങ് കയറ്റിയിട്ട് കൂന്തള പിടിക്കാനുള്ള വലയെടുത്ത് നമ്മളിപ്പോൾ ഇറങ്ങും. നല്ല വലിയ കൂന്തയാണ് ഗൈസ്, നല്ല ഫ്രഷ് സാധനം കിലോ. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ പ്ലാൻ മാറ്റി വല വളച്ചിടുന്ന ഒരു പ്ലാനിലാണ് കേട്ടോ. 2 പേര് നിൽക്കുന്ന ആ തലയിലാണ്, ഒരു തല പിടിച്ച് നിൽക്കുന്നതാണ് 2 പേര്. വല നമ്മളിങ്ങനെ റൗണ്ടായി വളച്ച് ഈ ബോക്സ് വെച്ചാണ് വല വളയ്ക്കുന്നത്. ഈ ബോക്സിൽ വല വെച്ച് അത് പിടിച്ച് നീന്തിയിട്ട് ഒരാൾ ബോക്സ് പിടിച്ച് നീന്തുകയും മറ്റാൾ വല ഇളക്കുകയും ചെയ്യുകയാണ്. വലയുടെ ഒരു തെറിയാണിത്. വലയുടെ ഒരു തെറി ഇവിടെയും മറ്റു തെറി 2 പേര് അവിടെയും പിടിച്ചിരിക്കുന്നത്. അത്രയും നമ്മൾ കടലിൽ അത്രയും ദൂരത്തിൽ നമ്മൾ വളച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വല വലിക്കുന്ന രീതി. വളച്ച് 2 പേരും, ഒരാൾ വെള്ളത്തിലിറങ്ങി അടിഭാഗം പിടിക്കണം, അല്ലെങ്കിൽ അടിയിലൂടെ മീൻ പോകും. അങ്ങനെയാണ് നമ്മളെ വല പിടിക്കുന്ന രീതി. നമ്മൾ സ്രാങ്ക് എന്നൊക്കെ വിളിക്കുന്ന ഒരു വ്യക്തിയാണത്. ഇദ്ദേഹം അനവധി മീൻ മുങ്ങിപ്പിടിച്ചിട്ടുള്ള പരിചയമുള്ള ഒരു വ്യക്തിയും കൂടിയാണത്. ഈ കിടക്കുന്നത് ആൾ കാണാനൊരു ലുക്കില്ല എന്നുള്ളൂ, തല നിറച്ചും ബുദ്ധിയാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ മറ്റേ തലയ്ക്കുള്ള മിസ്റ്റർ റസാഖാണ് കൈകാര്യം ചെയ്തത്. വളരെ കണ്ണിങ്ങായിട്ടാണ് ഇത് വല നമ്മളിങ്ങനെ താത്തി പിടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലയിൽ നമ്മുടെ താഴെ കൂടെ മീൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താത്തി പിടിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ റസാഖാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. വലയെ സഹായിക്കാനായി ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. എന്തായാലും നോക്കാം. മാട് പിടിച്ചില്ല. വല മണ്ണിൽ പിടിച്ചിട്ടുണ്ട്, തളിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പോയിട്ട് അത് പൊക്കി ഒഴിവാക്കുന്നതാണത്. ഇദ്ദേഹത്തെ ഞങ്ങൾ ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഈ വല വലിക്കാനായിട്ട്. ഈ സീസൺ വരുമ്പോൾ മാത്രം വരുന്നൊരു വ്യക്തിയാണിത്. വലിയൊരു കടൽ തവള കുടിക്കുന്നുണ്ട് നമ്മുടെ വലയിൽ. വലിയൊരു തവളയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഞങ്ങൾ തവള പേത എന്നൊക്കെ പറയും. ഇതാ സാധനം. ഓ മൈ ഗാഡ്.
നല്ല വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള സാധനം. വലിയ പേതാണ്. എന്തൊക്കെയോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് കുട്ടിക്ക്. വലിയ പേത കേട്ടാ. വലിയ സാധനമാണ്. നല്ല ഫ്രഷ്. ഈ സാധനമാണ് നമ്മളെ വലയെല്ലാം കടിക്കുന്ന സാധനം. ഇതിനാരോ കടിച്ചിട്ടുണ്ട്. കൂന്തളാണോ എന്ന് ഡൗട്ടുണ്ട്. കണ്ടിട്ട് കൂന്തൾ കടിച്ചതുപോലെയാണ് കാണുന്നത്. അങ്ങനെ നമ്മളെ വല കരക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, കോര കോര. വലയിൽ കൂന്തൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടി ഏത് കൂന്ത പോലെ പൊന്തിച്ചു വിടാണ്ട് വല പൊക്കിയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, കൂന്തണ്ട സെമിര. മൂന്നെണ്ണന്നല്ല, അവിടെ തന്നെ ഉണ്ട് മൂന്നാലെണ്ണം. ഏയ് മറ്റേ മിസ്സിൽ വരൂട്ടെ. ഇവിടെ തട്ട് സെമിര ഒരു ഭാഗത്ത് കൂട്ട്. കൂന്ത കരി വിട്ടു ഗൈസ്. നമുക്ക് ഒരു വല വളച്ചപ്പോ കിട്ടിയ മീനാണ്. അല്ല ചുരി. ഓ ഗൈസ്, മൈ ഗാഡ്. നിറയെ കൂന്തളും മീനുകളും എല്ലാ മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വലക്കുള്ള മീനാണിത്. ഇനി അടുത്ത വല വയ്ക്കാനുള്ള പോകില്ല. അപ്പോൾ ഗായ്സ്, ഇത് നമ്മൾ വല വലിച്ചപ്പോൾ നമുക്ക് കിട്ടിയ മീനാണിത്. കൂന്തൾ, പാര, കോര, അങ്ങനെ പല ഐറ്റം മീനുകളുണ്ട്. ഏകദേശം ഒരു 4-5 കിലോ മീനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫിഷിംഗ് വീഡിയോകളുമായി നമ്മുടെ ചാനലിൽ ഇനിയും കാണുന്നവരെ നന്ദി, താങ്ക് യു. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.